ത്രിയേക ദൈവത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഈ പുതിയ ദിവസത്തിലെ നമ്മുടെ വായനഭാഗം യിരെമ്യാ പ്രവചനം 30 മുതൽ 32 വരെയുള്ള അധ്യായങ്ങളാണ്. ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 1-ാം അധ്യായം 26-ാം വാക്യം. ചീട്ട് മദ്ധ്യാസിന് വീഴുകയും അവനെ 11 അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ എണ്ണുകയും ചെയ്തു. യേശു കർത്താവിൻ്റെ ശിഷ്യഗണത്തിലെ പ്രാധാന്യമുള്ളൊരു വ്യക്തിയായിരുന്നു മദ്ധ്യാസ്. ഇസ്കരിയോത്ത യൂദായുടെ സ്ഥാനത്തേക്ക് നറുക്കിട്ട് തിരഞ്ഞെടുത്ത ശിഷ്യനായിരുന്നു മദ്ധ്യാസ്. എബ്രായ പേരായിരുന്നു മദ്ധ്യാസ് എന്നത്. ഈ പേരിൻ്റെ അർത്ഥം യഹോവയുടെ ദാനം എന്നാണ്. ആദിമസഭ പരിശുദ്ധാത്മ നിയോഗത്താൽ തിരഞ്ഞെടുത്ത അപ്പോസ്തലനാണ് വിശുദ്ധ മദ്ധ്യാസ്. യേശു കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭം മുതൽ സ്വർഗ ആരോഹണം വരെ മദ്ധ്യാസ് എന്ന ശിഷ്യൻ കൂടെ ഉണ്ടായിരുന്നു. കാരണം 12 ശിഷ്യന്മാരെ കൂടാതെ കർത്താവ് വേറെ 70 പേരെ നിയമിച്ചു. താൻ ചെല്ലുവാനുള്ള ഓരോ പട്ടണത്തിലേക്കും സ്ഥലത്തിലേക്കും അവരെ തനിക്ക് മുമ്പായി ഈരണ്ടായി അയച്ചു എന്ന് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെയെങ്കിൽ ഈ കൂട്ടത്തിലെ ഒരു ശിഷ്യൻ ആയിരുന്നിരിക്കണം മദ്ധ്യാസ്. കൂടെ ഉണ്ടായിരുന്ന വ്യക്തി ഒരുപക്ഷെ യുസ്തോസ് ആയിരിക്കാം എന്ന് കരുതുന്നു. കൂടുതൽ വിവരങ്ങളൊന്നും ഈ ശിഷ്യനെക്കുറിച്ച് നമുക്ക് ലഭിക്കുന്നില്ല. എന്നാൽ എപ്രകാരമായിരുന്നു ഈ ശിഷ്യൻ്റെ ജീവിതം എന്ന് നമുക്ക് ഒന്ന് നോക്കാം. ഒന്നാമതായിട്ട്, മഹത്വകരമായ തെരഞ്ഞെടുപ്പിന് അർഹനായ അപ്പോസ്തലൻ. യേശു കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിനു ശേഷം ഏകദേശം 120 പേരുള്ള ഒരു സംഘം ഒന്നിച്ചുകൂടിയിരിക്കുമ്പോൾ അവിടെ അപ്പോസ്തലനായ പത്രോസ് എല്ലാവരുടെയും നടുവിൽ എഴുന്നേറ്റ് നിന്ന് പറയുന്നുണ്ട്, യേശുവിനെ പിടിച്ചവർക്ക് വഴികാട്ടിയായി തീർന്ന യൂദായ്ക്ക് സംഭവിച്ചത് എന്താണ് എന്ന് നമുക്ക് അറിയാം. എന്നാൽ അവൻ ചെയ്ത അനീതിയുടേതായിട്ടുള്ള കൂലി അവന് ലഭിച്ചു. അതിനാൽ ആ സ്ഥാനത്തേക്ക് നമുക്ക് പുതിയ ഒരു ആളെ തിരഞ്ഞെടുക്കണം എന്നുള്ള ഒരു ആഹ്വാനം പത്രോസ് നൽകുന്നതായിട്ട് നമുക്ക് കാണാം. എന്നാൽ അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നു, അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിൽ, കർത്താവായ യേശു യോഹന്നാൻ്റെ സ്നാനം മുതൽ നമ്മെ വിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ നമ്മുടെ ഇടയിൽ സഞ്ചരിച്ചു പോന്ന കാലത്തെല്ലാം ഞങ്ങളോട് കൂടെ നടന്ന പുരുഷന്മാരിൽ ഒരുത്തൻ ഞങ്ങളോട് കൂടെ അവൻ്റെ പുനരുത്ഥാനത്തിന് സാക്ഷിയായി തീരണം. അങ്ങനെ അവർ അവിടെ ചീട്ടിടുകയും ആ ചീട്ട് മദ്ധ്യാസ് എന്ന ശിഷ്യൻ്റെ പേരിൽ വീഴുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതാണ് കുറിവാക്യമായി നമ്മൾ വായിച്ചതായിട്ടുള്ള വാക്യം. ജീവിതത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് മോശമായി പോയാൽ അടുത്ത സ്റ്റെപ്പ് വളരെ ശ്രദ്ധിച്ചാണ് നാം വയ്ക്കാറുള്ളത്. അതുപോലെ തന്നെ ആദിമസഭയുടെ ആവശ്യബോധത്തോടെയും വളരെ ആത്മാർത്ഥതയോടും കൂടിയ പ്രാർത്ഥനയിൽ ഒരു പുതിയ അപ്പോസ്തലനെ അവർക്ക് ലഭിക്കുന്നു. പേരുപോലെ തന്നെ ദൈവത്തിൻ്റെ ദാനമായ ഒരു അപ്പോസ്തലൻ. പകരക്കാരൻ പഴയ വ്യക്തിയേക്കാൾ മികച്ചവനായിരുന്നു എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അത്തരത്തിൽ മഹത്വമേറിയ ഒരു ശുശ്രൂഷയ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ മദ്ധ്യാസിന് സാധിച്ചു. രണ്ടാമതായിട്ട്, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും രക്തസാക്ഷിത്വവും. തിരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷമുള്ള ഈ അപ്പോസ്തലൻ്റെ യാത്ര ഒരു പക്ഷേ സാഹസികമായിരിക്കാം. കാരണം താനിപ്പോൾ 12 അപ്പോസ്തലന്മാരിൽ ഒരാളാണ്. യൂദായുടെ ചിന്തകളോ ചാപല്യങ്ങളോ ഒന്നും തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് പാടില്ല. അങ്ങനെ കറതീർന്ന ഒരു ക്രിസ്തു ശിഷ്യനായും അപ്പോസ്തലനായും തുടരുവാൻ മദ്ധ്യാസിന് സാധിച്ചു. യഹൂദ്യ, എത്യോപ്യ എന്നിവിടങ്ങളിൽ അപ്പോസ്തലൻ സ്തുത്യർഹമായ പ്രവർത്തനം കാഴ്ചവെച്ചു എന്ന് കാണുന്നു. എന്നാൽ യഹൂദായിൽ സുവിശേഷം പ്രസംഗിച്ചതിന് അദ്ദേഹത്തെ കല്ലെറിയുകയും തുടർന്ന് മഴുകൊണ്ട് ശിരച്ഛേദം ചെയ്തു എന്നും കാണുന്നു. വിശുദ്ധ മദ്ധ്യാസിൻ്റെ അപ്പോസ്തല ചിഹ്നം തുറന്ന വേദപുസ്തകവും അതിനുള്ളിലെ യുദ്ധ മഴുവും ആണ്. പ്രിയമുള്ളവരെ, പകരക്കാരനും അപ്പോസ്തല വൃന്ദത്തിലെ അവസാന വ്യക്തിയുമായ അപ്പോസ്തലൻ സാക്ഷ്യ ജീവിതം നയിക്കുകയും ധീരനായി രക്തസാക്ഷിത്വം വഹിക്കുകയും ചെയ്തു. കൊയ്ത്തുകാർ ചുരുക്കമായ എന്നാൽ ധാരാളമായി പാടശേഖരങ്ങൾ അവശേഷിക്കുന്ന ഈ സമൂഹത്തിലേക്കായി ആത്മാക്കളെ നേടുവാൻ ഇനിയും ധീരരെ നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. ക്രിസ്തുവിൻ്റെ ഈ ശുശ്രൂഷയിൽ നമ്മളാലാവോളം നമുക്കും പങ്കുചേരാം. പോയിടാം വൻ കൊയ്ത്തിനായി വിളഞ്ഞ വയലുകളിൽ
നേടിയിടാമി ലോകത്തേക്കാൾ വിലയേറും ആത്മാവിനെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അവിടുത്തെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കുവാൻ ഞങ്ങളെയും ഒരുക്കണമേ. ആമേൻ.